പുതിയ സ്കൂളിലെ വലിയ ഗേറ്റ് കടക്കുമ്പോൾ ലാറിം എന്ന 6 വയസ്സുകാരന്റെ മനസ്സിൽ ഒരേ സമയം ആകാംക്ഷയും അല്പം ഭയവും ഉണ്ടായിരുന്നു. അവൻ മിടുക്കനായിരുന്നു, കഴിവുകൾ ഉണ്ടായിരുന്നു, പക്ഷേ എന്തിനും ഒരു മടി. ദിവസങ്ങൾ കഴിഞ്ഞു. വൈകുന്നേരം വീട്ടിലെത്തുന്ന ലാറിം മാതാപിതാക്കളോട് തന്റെ ക്ലാസ്സിലെ വിശേഷങ്ങൾ പറയും. അതിനെല്ലാം നിറഞ്ഞു നിന്നത് ഒരേയൊരു പേരായിരുന്നു, ചിൽനോ. ഇന്ന് ടീച്ചർ എന്നോട് ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. ഞാൻ തുടങ്ങുമ്പോഴേക്കും ചിൽനോ വന്ന് എൻ്റെ ക്രയോൺ തട്ടിപ്പറിച്ചു. ഇന്ന് സ്പോർട്സിന് ഓടാൻ നേരം ചിൽനോ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു. അതുകൊണ്ട് ഞാൻ ഓടിയില്ല. ടീച്ചർ ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഉത്തരം അറിയാമായിരുന്നു. പക്ഷേ ചിൽനോ ശബ്ദമുണ്ടാക്കി എൻ്റെ ശ്രദ്ധ മാറ്റി. ഞാൻ ഉത്തരം പറഞ്ഞില്ല. ലാറിമിന്റെ മാതാപിതാക്കൾക്ക് ആശങ്കയായി. തങ്ങളുടെ മകന്റെ കഴിവുകളെയും ആത്മവിശ്വാസത്തെയും തകർക്കുന്ന ഈ ചിൽനോ ആരാണ്? അവനൊരു വില്ലനാണ്. ലാറിം എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും ചിൽനോ അവനെ തടസ്സപ്പെടുത്തും. ലാറിമിന്റെ പരാജയങ്ങൾക്കെല്ലാം കാരണം ചിൽനോ ആയിരുന്നു. മാസങ്ങൾ കടന്നുപോയി. സ്കൂളിലെ പാരന്റ്സ് മീറ്റിംഗിന് ലാറിമിന്റെ അമ്മ പോയി. ടീച്ചറുമായി സംസാരിച്ച ശേഷം അമ്മ പ്രധാന വിഷയം അവതരിപ്പിച്ചു. ടീച്ചർ, എനിക്കൊരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ട്. ഞങ്ങളുടെ ലാറിമിനെ നിരന്തരം ഉപദ്രവിക്കുന്ന ആ ചിൽനോ എന്ന കുട്ടിയില്ലേ, അവന്റെ മാതാപിതാക്കൾ വന്നിട്ടുണ്ടോ? അവനൊരു വലിയ പ്രശ്നക്കാരനാണല്ലോ. ടീച്ചർ ഒരു നിമിഷം അമ്പരപ്പോടെ ആ അമ്മയെ നോക്കി. എന്നിട്ട് പുഞ്ചിരിയോടെ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ കിൻഡർ ഗാർഡനിൽ ചിൽനോ എന്ന പേരില്ല ഒരു കുട്ടിയേയില്ല. ആ നിമിഷം ലാറിമിന്റെ അമ്മ തിരിച്ചു നിന്നു. ചിൽനോ ഇല്ലെങ്കിൽ പിന്നെ ആരാണ് ലാറിമിനെ തടസ്സപ്പെടുത്തിയത്? ആരാണ് അവനെ കളിയാക്കിയത്? ആരാണ് അവന്റെ ക്രയോണുകൾ തട്ടിപ്പറിച്ചത്? അവർ വീട്ടിൽ തിരിച്ചെത്തി. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്ന ലാറിമിന്റെ അടുത്ത് ചെന്നിരുന്നു. മോനെ, നിന്റെ ചിത്രം മനോഹരമായിരിക്കുന്നു, അമ്മ പറഞ്ഞു. ലാറിം തല ഉയർത്തിയില്ല. ഇല്ലമ്മേ, ഇത് ശരിയല്ല. ചിൽനോ പറഞ്ഞാൽ ഇത് മോശമാണെന്നേ പറയൂ. അമ്മ അവന്റെ കൈകളിൽ പിടിച്ചു. മോനെ, സ്കൂളിൽ ചിൽനോ എന്നൊരു കുട്ടിയില്ലെന്ന് ടീച്ചർ പറഞ്ഞു. ലാറിം ഞെട്ടി അമ്മയെ നോക്കി. അമ്മ തുടർന്നു, മോനെ, നിന്നെ തടസ്സപ്പെടുത്തുന്ന ചിൽനോ നിന്റെ ക്ലാസ് മുറിയിലല്ല, അവൻ നിന്റെ ഉള്ളിലാണ്. ലാറിമിന് ഒന്നും മനസ്സിലായില്ല. നീ പുതിയതായി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിനക്ക് കഴിയില്ല എന്ന് നിന്നോട് തന്നെ പറയുന്ന, നീ ചെയ്താൽ ശരിയാവില്ല എന്ന് നീ പറഞ്ഞ് നിന്നെ കളിയാക്കുന്ന, നീ തോറ്റുപോകും എന്ന് പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തുന്ന ഒരൊച്ച നിന്റെ ഉള്ളിലല്ലേ? ആ ഭയമാണ് ചിൽനോ. നീ പരാജയപ്പെടുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി നീ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു പേരാണത്. ലാറിം നിശബ്ദനായി. നീ ഓടാൻ തുടങ്ങുമ്പോൾ വീഴും എന്ന് പറയുന്നതും ഉത്തരം പറയാൻ എഴുന്നേൽക്കുമ്പോൾ തെറ്റിപ്പോകും എന്ന് പറയുന്നതും ആ ചിൽനോ ആണ്. അവൻ മറ്റാരുമല്ല, നിന്റെ ആത്മവിശ്വാസക്കുറവാണ്, നിന്റെ ഉള്ളിലെ ഭയമാണ്. ആ വാക്കുകൾ ലാറിമിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അതെ, തന്നെ പിന്നോട്ട് വലിച്ചത് മറ്റാരുമല്ല, താൻ തന്നെയാണ്.